എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് എനിക്കൊരു ജോലി കിട്ടിട്ടോ. ജോലി ഇവിടെയല്ല, എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഡെയിലി പോയി വരവ് നടക്കില്ല കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 3.5 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. ഡെയിലി പോയി വരുമ്പോൾ തന്നെ ടയേർഡാവും. ആദ്യം വിചാരിച്ചു വീട്ടിൽ നിന്ന് പോയി നോക്കിയാലോ എന്ന്, പക്ഷെ എന്തായാലും രാത്രിയാകുമ്പോൾ ലേറ്റ് ആവും കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ പോകണ്ടേ, അപ്പോൾ വിചാരിച്ചു അവിടെ ഹോസ്റ്റലിൽ താമസിക്കാമെന്ന്. അപ്പോൾ പോവേണ്ട ദിവസമായിട്ട് ഞാൻ അടുത്തടുത്ത് വരുമ്പോൾ എല്ലാം തലേദിവസത്തേക്ക് വെക്കാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പതുക്കെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഹോസ്റ്റലിൽ നോക്കി വെച്ചപ്പോഴേ സെൽഫ് കുക്കിംഗ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. പാത്രങ്ങളൊക്കെ ഞങ്ങൾ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറ് സംഭവങ്ങളൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്നില്ല. പിന്നെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ബാക്കി പലചരക്ക് പച്ചക്കറിയൊക്കെ അവിടെ പോയിട്ട് വാങ്ങാമല്ലോ. ഹോസ്റ്റലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എല്ലാത്തിനും വേണ്ട സൂപ്പർ മാർക്കറ്റും കടകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ ഇവിടെ നിന്ന് കെട്ടിവലിക്കണ്ടല്ലോ, അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളത് കാച്ചെണ്ണയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാച്ചെണ്ണ ബാക്കി ഇരിപ്പുണ്ട്, പക്ഷെ അത് അമ്മ തേക്കുന്ന കാരണം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. 1 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ഇവിടെ അടുത്ത് ഇങ്ങനെ ആട്ടുന്ന സ്ഥലത്തു നിന്ന് എണ്ണ വാങ്ങിയിട്ടാണ് കേട്ടോ കാച്ചലൊക്കെ. എനിക്കിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അതേ പ്രായം തന്നെ ഉണ്ട് എൻ്റെ എണ്ണയ്ക്കും. കാരണം അത്രയും വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും, പിന്നെ നല്ല മുടി കൊഴിച്ചിലാണ് കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം പോയി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടി മാറ്റി പണി വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സാധാരണ അമ്മ ചോറും വെള്ളം തിളപ്പിച്ച് ഞാൻ അടുപ്പുമ്പോൾ എണ്ണ കാച്ചി തരാറാ പതിവ്. പക്ഷെ ഇന്ന് പൊട്ടിച്ച് വെച്ചു, കാച്ചാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഈ ചെമ്പരത്തിയുടെ പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് ഇങ്ങ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കേടാവും. പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിലെ പൂവില്ല, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറിക്കണം. എപ്പോഴും ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി ആയാലും കുഴപ്പമില്ല, നമുക്ക് അതിൽ തന്നെ കാച്ചി എടുക്കാമെന്ന്. ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പെട്ടെന്ന് തീരും ചെയ്യും. അതുപോലെ മൊത്തം സ്ഥലത്തേക്ക് എണ്ണ തെറിക്കും കേട്ടോ. അതാണ് ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കാത്തത്. പക്ഷെ ഇന്ന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെ വെക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഉണ്ടല്ലോ, പോവാനായിട്ട് അത്ര വലിയ ഉത്സാഹമൊന്നും ഇല്ല കേട്ടോ എനിക്ക്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ നമുക്ക് കുറേ ജോലി ഞാൻ ഇവിടെ തപ്പി നോക്കി തൃശ്ശൂർ. പക്ഷേ തൃശ്ശൂർക്കാർക്ക് ഇവിടെ ജോലിയില്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ജോലിയുണ്ട്. എനിക്കാണെങ്കിൽ എക്സ്പീരിയൻസും ഇല്ല. നമ്മുടെ ഈ കൊറോണ ഉണ്ടല്ലോ, ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ കോഴ്സിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊറോണയാണല്ലോ, ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് ഞാനും വെയിറ്റ് ചെയ്തു. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് മടിയും കൂടി പിടിച്ചു കേട്ടോ. കുറച്ച് നാൾ വീട്ടിലിരുന്നപ്പോൾ പറ്റിയതാണ്. ആ പറ്റലൊരു വല്ലാത്ത പറ്റലായി പോയിന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം മടി പിടിച്ച് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ വർഷങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3-4 വർഷത്തോളമായി വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്തായാലും അത്യാവശ്യം മടിയുണ്ടല്ലോ. കൂട്ടത്തിൽ ഞാനൊരു വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. കാരണം എനിക്ക് പുറത്ത് പോയി നിൽക്കുന്ന പരിപാടിയൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. പക്ഷെ കിട്ടിയ സ്ഥിതിക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഈ കെട്ടുന്നതാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എത്ര നാൾ പിടിച്ച് നിൽക്കുന്ന എനിക്ക് യാതൊരു വക ഉറപ്പില്ല, എങ്കിലും പരമാവധി ഞാൻ പിടിച്ച് നിൽക്കും കേട്ടോ. കാരണം വേറൊന്നല്ല, ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് വല്ല ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, അവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ ലൈഫ്. എല്ലാവരുടെ എല്ലാം ചുരുക്കം ചിലരുടെ കാര്യമാണ് കേട്ടോ. അവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും അവർക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവും കേട്ടോ. ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇന്നതാണ് ഗുണം. പക്ഷേ ഞാനൊക്കെ കോഴ്സസ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് +2 കൊമേഴ്സ് എടുത്തു. എന്നാൽ പിന്നെ എല്ലാവരും കൊമേഴ്സ് എടുക്കല്ലേ, ഞാനും കൊമേഴ്സ് എടുക്കാമെന്ന് പറഞ്ഞ് പോയി കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, നേരെ പോകുന്നത് BCom പഠിക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു കമ്പ്യൂട്ടർ നോളജ് വേണമല്ലോ എന്ന് വിചാരിച്ച് നേരെ പോയി ഒരു കമ്പ്യൂട്ടർ നോളജിനും ചേർന്നു. ഇതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ചെല്ലുന്നവരെല്ലാവരും പറയുന്നത് ഇതൊക്കെ എടുത്താൽ നല്ല സ്കോപ്പാണ്. പിന്നെ അവരും നമ്മുടെ അടുത്ത് പറയുമല്ലോ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന ഇന്നടുത്ത് പ്ലേസ് ചെയ്തു, ഇങ്ങനെ അടുത്ത് പ്ലേസ് ചെയ്തു എന്നൊക്കെ. പക്ഷെ നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. എവിടെ പോയാലും പറയുന്നത് ഇത് ബേസിക്ക് മാത്രമല്ല പഠിച്ചിട്ടുള്ളൂ, ഇത് ഇനിയും പഠിക്കാനുണ്ടെന്നാണ് കേട്ടോ. ആകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ അവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നത് വല്ല സയൻസ് എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ. സയൻസിന് അത്യാവശ്യം സ്കോപ്പ് ഉണ്ട്, കാരണം നമുക്ക് നഴ്സിങ്ങിന് പോവാം, അതുപോലുള്ള എന്തോരം കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു കേട്ടോ, നീ വേണമെങ്കിൽ നഴ്സാവാൻ പൊക്കോളാൻ. പക്ഷേ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇഞ്ചക്ഷൻ കുത്തുന്നത് പേടിയാണ്, ചോര കണ്ടാൽ തല കറങ്ങും. ഞാൻ നഴ്സായി കഴിഞ്ഞാലത്തെ കാര്യം ആലോചിച്ച് എനിക്ക് തന്നെ ചിരി വരും കേട്ടോ. അതുകൊണ്ടാണ് നേരെ പോയി കൊമേഴ്സിനൊക്കെ ചേർന്നത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ.
പിന്നെ എല്ലാവരും പറയുന്ന പോലെ എല്ലാ കോഴ്സിനും നല്ല സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് അന്വേഷിച്ച് പിടിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കും കേട്ട് പോയി ചേരുമ്പോഴാണ് പണി വാളുന്നത്. ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് പോയോടത്തുനിന്നാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ ജോലി ശരിയായിട്ടുള്ളത്. എറണാകുളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കമ്പനീസ് കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. അവിടെ പോയാൽ തന്നെ നമുക്ക് ഇത് പറ്റിയില്ലെങ്കിൽ തന്നെ വേറെ ജോലി കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പോകാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ അടുത്തുവാണല്ലോ, വലിയ ദൂരം എന്ന് പറയാനുമില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോകുന്നത്. എന്തായാലും കിട്ടിയതല്ലേ, കളയണ്ടല്ലോ. അങ്ങനെ എണ്ണ കാച്ചൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി അരച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയതായിരുന്നു, അമ്മ വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഇനി എനിക്കൊന്ന് കുളിക്കണം കേട്ടോ. ഇപ്പം എന്ത് ചൂടാണല്ലേ, അതുകൊണ്ട് 2 നേരം കുളി മസ്റ്റാണ്. അല്ലെങ്കിലും എനിക്ക് 2 നേരം കുളിക്കണം കേട്ടോ. ഇപ്പോൾ മഴക്കാലാണെങ്കിലും ഞാൻ 2 നേരം കുളിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എൻ്റെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന്. മസാജ് ചെയ്യലുണ്ട് കേട്ടോ, കാരണം നല്ല മുടി കൊഴിച്ചിലാണ്. എനിക്കിപ്പോൾ ചീർപ്പ് എൻ്റെ തലയിൽ തൊടാൻ പേടിയാണ് കേട്ടോ, അത്രയധികം മുടിയാണ് കൊഴിയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു നേരം ഇരുള്ളൂ കേട്ടോ, എന്നിട്ടത് മെടഞ്ഞ് കെട്ടി വയ്ക്കും. മെടഞ്ഞ് കെട്ടി വയ്ക്കുമ്പോൾ പിന്നെ വലിയ കാര്യമായ രീതിയിൽ ജട കാര്യങ്ങളൊന്നും വരില്ലല്ലോ, അങ്ങനെ അവിടെ ഒതുങ്ങിയിരുന്നോളും. അപ്പം നോക്കിയപ്പോൾ ജടയൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈരണ്ടാന്ന്, നമുക്ക് മസാജ് ചെയ്ത് വിടാമെന്ന് കേട്ടോ. മസാജിങ് ടൂൾ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. കൈവച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇതെനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാവരും വാങ്ങിയ കൂട്ടത്തിൽ ഞാനും വാങ്ങി. പിന്നെ ഹെയർ മസാജിനേക്കാളും കുറച്ചും കൂടി ഇത് ബെറ്റർ നമ്മുടെ തല കഴുകുമ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകില്ലേ, അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ തലയോട്ടി ക്ലീൻ ആക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ഉപയോഗം ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തലത്തിൽ അത് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ അതുപോലെ തന്നെ വൈകിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഹെയർ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അത് ഹെയറിന് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയി കുളിക്കും, പിന്നെ വന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.